കർത്താവ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ഈ സൗരയൂഥത്തെ സൃഷ്ടിച്ച ഈ കർത്താവിനെ അന്വേഷിച്ച് മനുഷ്യന് പോകുവാൻ ഒക്കത്തില്ല. ഒരു കൊച്ചായുസ്സിൽ അല്ലെങ്കിൽ ഒരു കൊച്ചു മനുഷ്യൻ, ഒരു ശ്വാസത്തിന് മാത്രം തുല്യമായ ഒരു മനുഷ്യന് ഈ ദൈവത്തെ തേടി കടന്നു പോകുവാൻ കഴിയത്തില്ല എന്ന് കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് പറയുമ്പോൾ സർവ്വലോകത്തിലേക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്നുണ്ട്. രക്ഷാകരമായൊരു ദൈവകൃപ ഉദിച്ചു എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചമാണ് ലോകത്തിൻ്റെ, ദൈവത്തിൻ്റെ ആ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വരുന്നത് മാനവരാശിക്ക്. ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം. ദൈവമേ, ഒരു വലിയ വിടുതലിന് വേണ്ടിയാണ് ആ വെളിച്ചം കടന്നു വരുന്നത്. നമ്മുടെ ഭവനത്തിനകത്തും സൂര്യപ്രകാശം കടന്നു വരും. ആ സൂര്യപ്രകാശത്തെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കതകെല്ലാം അടച്ച്, ജനലടച്ച് അതിൻ്റെ മേലൊരു ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ വെളിച്ചം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരികയില്ല. എന്നാൽ ഒരു വെളിച്ചം കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജനലും കതവുമെല്ലാം തുറന്നിട്ട് കഴിയുമ്പോൾ ആ വെളിച്ചം എങ്ങനെ അകത്തേക്ക് കടന്നു വരുന്നു, അതുപോലെയാണ് ദൈവത്തിന്റെ വിടുതൽ. ഹല്ലേലൂയ കർത്താവേ, ആർക്കാണ് ആ വിടുതൽ വേണം? ഹല്ലേലൂയ കർത്താവേ, ആ വ്യക്തിയുടെ കർത്താവ് വിഷയത്തിനകത്തേക്ക്, ആ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവദാസനിൽ കൂടി കേട്ടു, കർത്താവേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ കർത്താവെ തരണമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അത് കേട്ടു. ഹല്ലേലൂയ കർത്താവേ, നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെല്ലാം കുറവുകളുണ്ടോ കർത്താവേ, ആ ദൈവ വെളിച്ചം ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇന്നും ദൈവത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഗൂഢമായ അനേക വിഷയങ്ങളിനകത്തേക്ക് ആ ദൈവത്തിന്റെ വെളിച്ചം ഇറങ്ങുമ്പോൾ മാത്രമാണ് ആ വിടുതൽ സംഭവിക്കുന്നത്. ആ വ്യക്തി ഒരു അത്ഭുതമായി മാറുന്നത്, ആ വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ പ്രകാശം ലോകം അറിയുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം. നമുക്ക് കർത്താവേ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മർക്കോസ് എഴുതിയ കർത്താവേ സുവിശേഷത്തിനകത്ത് നമുക്ക് ഏവർക്കും അറിയാവുന്ന യെരിഹോവിൽ കൂടി ഹല്ലേലൂയ കർത്താവേ യേശു ക്രിസ്തു കടന്നു വരുന്ന ഒരു സംഭവം നമുക്കറിയാം. ഹല്ലേലൂയ കർത്താവേ, അവിടെ ഇരിക്കുന്നത് ബർത്തിമായി എന്ന കർത്താവേ കുരുടനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. യെരിഹോ എന്ന് പറയുന്നത് ഹല്ലേലൂയ ശപിക്കപ്പെട്ട ആ പട്ടണം. കർത്താവേ സ്തോത്രം. ആരെയും കടന്നു പോകത്തില്ലെങ്കിലും യേശു ക്രിസ്തു അവിടെ കടന്നു വരുന്നുണ്ട്. ഞാൻ ചിന്തിച്ച് കർത്താവേ, ദൈവത്തിന് ഈ പ്രമാണങ്ങളും കാര്യങ്ങളും എല്ലാം അറിയല്ലോ, ഇത് യോശുവ ശപിച്ച ഒരു പട്ടണമാണല്ലോ, എന്തുകൊണ്ടാണ് ഈ പട്ടണത്തിൽ കൂടി എന്റെ കർത്താവ് കടന്നു വരുവാൻ ഒരു റൂട്ട് ദൈവം തെരഞ്ഞെടുത്തത്? ഹല്ലേലൂയ കർത്താവേ, അവിടെ ഇരുന്ന് ഒരു ബദ്ധിമായി നിലവിളിക്കുകയാണ്. അവൻ ആദ്യം നിലവിളിക്കുന്നത് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ദൈവമേ, നസറനായ യേശു എന്ന് കണ്ടിട്ട് അവൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ദൈവമേ. റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കരുണ തോന്നും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നും. ഹല്ലേലൂയ, ദാവീദ് പുത്ര. ഇദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ല. ഹല്ലേലൂയ, നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമുക്ക് കണ്ണ് കാണാൻ കഴിയും, ഇദ്ദേഹത്തിന് ചെറുപ്പം മുതലേ കണ്ണ് കാണാൻ കഴിയത്തില്ല. എന്നാൽ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഇവൻ ദാവീദിന്റെ പുത്രനാണ്, ദാവീദിൽ കൂടി കർത്താവ് യേശു മെസ്സിഹ കടന്നു വരുന്നു എന്നുള്ളൊരു സത്യം അവൻ മനസ്സിലാക്കിയിട്ട് അവന്റെ ഉൾക്കണ്ണ് തുറന്നിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ അവൻ ഭവനത്തില് മാതാപിതാക്കൾ കൂടി അവൻ കേട്ടതായിരിക്കാം, അവന്റെ ആ വിശ്വാസം ജനിച്ചു. ഹല്ലേലൂയ, അവന് മനസ്സിലായി യേശു ക്രിസ്തുവിൻ വഴി കടന്നു പോകുന്നു. ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തില് എനിക്കൊരു വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിലവിളിച്ചെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ 2024 അവസാന നാഴികയിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് നീ നിലവിളിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നീ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നീ നിലവിളിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവേ, പലരും നിന്നെ ശാസിക്കാൻ വന്നെന്ന് വരും. പല പ്രതികൂലങ്ങൾ ഭവനത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോൾ മുഴങ്കാലം അടക്കാൻ നമ്മൾ തയ്യാറാകുന്നു. ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനയായാലും എന്തിനകത്തും അതിനകത്ത് പലവിധമായ പ്രതികൂലങ്ങൾ കടന്നു വരും. ഇവിടെയും മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചു. ഹല്ലേലൂയ, അവനെ ഒതുക്കാൻ നോക്കി, അവന്റെ വിടുതലിന് തടസ്സമായി പലതും നിന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പ്രാർത്ഥിക്കുവാനോ ഒരു
ഒരു ഉടമ്പടി എടുക്കുവാനോ അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കുവാനോ കഴിഞ്ഞ ആഴ്ച പ്രിയ മമ്മിയിൽ കൂടി പറഞ്ഞു, നമ്മളിൽ കൂടി ദൈവനാമം മഹത്വം എടുക്കണം. ഒരു വലിയ ദൈവിക പ്രസ്ഥാനത്തിന് നമ്മൾ ചുമലിട കർത്താവ് അല്ലെങ്കിൽ നമ്മളെ കൂടി കർത്താവിന്റെ നാമം മഹത്വം എടുക്കുവാൻ ഒരു അഗതി മന്ദിരമോ അനാഥാലയങ്ങളോ മറ്റെന്തെങ്കിലും പ്രസ്ഥാനങ്ങളോ കർത്താവേ എന്റെ കരങ്ങളിൽ നന്മ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ദൈവമേ. ഇതിനെല്ലാം തടസ്സം വന്നാലും ഹല്ലേലൂയ ജീവിതത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് തടസ്സം വന്നാലും നിങ്ങളൊന്ന് ഓർത്തോണം, അതെല്ലാം നിങ്ങൾ തട്ടിത്തെറിപ്പിക്കണം. അതെല്ലാം നിങ്ങൾ നോക്കുവാൻ പോകരുത്. ഒറ്റ നിലവിളിയേ ഉള്ളൂ, ദൈവത്തോട് പിന്നെയും നിലവിളിക്കുകയാണ്. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. അടുത്ത വാക്യം, അപ്പോൾ യേശു നിന്നു. ഹല്ലേലൂയ കർത്താവേ, നിന്റെ നിലവിളി സ്വർഗത്തിൽ എത്തണമെങ്കിൽ നീ പിന്നെയും ഉറക്ക നിലവിളിക്കണം, നീ പിന്നെയും കരയണം, നീ പിന്നെയും പ്രാർത്ഥിക്കണം, നീ പിന്നെയും ഉപവസിക്കണം, നീ പിന്നെയും വചനം ധ്യാനിക്കണം, നീ പിന്നെയും ദൈവത്തിന് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെ നിർത്തുവാൻ നിനക്ക് കഴിയും. നമുക്കറിയാം, അന്ന് കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ ഹല്ലേലൂയ രാവും പകലും ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. ദൈവം 24 മണിക്കൂർ ഹല്ലേലൂയ തന്റെ ഡ്യൂട്ടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിന്റെ നിലവിളി ഹല്ലേലൂയ നിന്റെ ഭവനത്തിനകത്ത് നിന്നും നീ ഒന്ന് ചെറുതായി ഉറച്ചൊന്ന് നിലവിളിക്കുമ്പോൾ അവന്റെ എല്ലാ ഡ്യൂട്ടിയും മാറ്റിയിട്ട് ഹല്ലേലൂയ കർത്താവ് നിന്നെ ശ്രദ്ധിക്കുവാൻ വേണ്ടി അവൻ കടന്നു വരും. ഹല്ലേലൂയ. അവിടെ യേശു പറയുന്നു, അവനെ വിളിപ്പീൻ. ഓ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തെ ഒരു സാധുവായ ഒരു വ്യക്തിമായിക്ക് അവനെ നിശ്ചലമാക്കുവാൻ കഴിഞ്ഞെങ്കിൽ, അവന്റെ നിലവിളിയുടെ മുമ്പ് യേശു നിന്നെങ്കിൽ, ഹല്ലേലൂയ കർത്താവേ, ഇന്ന് പകൽക്ക് ഈ രാത്രികാലം നീ നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ വിഷയത്തിന് വേണ്ടി നിൽക്കും. ഇവിടെ പറയുന്നു, നിന്നെ അവരെ ധൈര്യപ്പെടുക, എഴുന്നേൽക്കാൻ നിന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് പുതപ്പെല്ലാം വിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ യേശു അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ കർത്താവേ, ഇതാണ് എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാനുള്ളത്. ഈ രാത്രി കർത്താവ് ഈ 2025 വാസ്തവമായി കർത്താവ് ഈ ഹോളിനകത്ത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. മകനെ മകളെ, ഞാൻ നിനക്ക് എന്താണ് 2025 ചെയ്തു തരേണ്ടത്? ഹല്ലേലൂയ. നിന്റെ വിഷയം എന്താണ്? ഹല്ലേലൂയ കർത്താവ് ഇത് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരു പിതാവല്ല, ഒരു മാതാവല്ല, ഒരു ഗവൺമെന്റ് അല്ല, ഒരു സഹോദരനല്ല, ഒരു സഹോദരിയല്ല, ഒരു ദൈവദാസനല്ല, ആരുമല്ല ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്ന വ്യക്തി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ദൈവമാണ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചൊരു ദൈവമാണ്. ഈ ദൈവത്തിന് മാത്രമേ നീ ചോദിക്കുന്നതിന് മറുപടി തരുവാൻ, നീ അതിന് ഉത്തരം തരുവാൻ കഴിയുന്ന ഒരേ വ്യക്തിയാണ്, ആ സർവശക്തനായ ദൈവമാണ്. നമ്മൾ ഓരോരുത്തരോടും ഇന്ന് രാത്രി ചോദിക്കുകയാണ്, ഈ 2025 ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം? ഹല്ലേലൂയ. നീ എന്താണ് ഇച്ഛിക്കുന്നത്? ഈ 2025 ദൈവത്തോട് നമുക്കൊന്ന് നിലവിളിക്കാൻ, ദൈവത്തോട് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ ആരുമായി ഷെയർ ചെയ്യാത്ത ഭാരങ്ങള്, പ്രയാസങ്ങള്, വേദനകള് ആ തിരുപാദ പീഠത്തിൽ ഒന്ന് അർപ്പിക്കുന്നെങ്കിൽ വാസ്തവമായി ദൈവം നിന്നിട്ട് നമുക്കതിന് മറുപടി തരും. ഈ 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ മറുപടി കാണുവാൻ നമുക്ക് ഇടയാകും. ഹല്ലേലൂയ കർത്താവ് യേശു അവനോട് പറഞ്ഞു, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ക്ഷണത്തിൽ തന്നെ, ക്ഷണത്തിൽ ചില ദൈവീക വിടുതലുകൾ ഈ 2025 ഓരോ കുടുംബങ്ങളിലേക്ക് ഈ രാത്രിയില് ഈ ദൈവത്തിന്റെ വചന കർത്താവ് ചില കുടുംബങ്ങളിലേക്ക്, ചില വിഷയങ്ങളുടെ ക്ഷണത്തിൽ കർത്താവിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക.
സ്തോത്രം ദൈവമേ. ഉടനെ യാത്രയിൽ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ കർത്താവേ. അവൻ വേറെ ഒന്നും ചെയ്തില്ല. അവൻ വീട്ടിലേക്ക് പോയില്ല. അവന്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോയില്ല. അവൻ പോയത് യേശുവിനെ അനുഗമിക്കുകയാണ്. നിന്റെ ഓരോ വിടുതലിന്റെ പുറകിലും, അല്ലെങ്കിൽ നിന്റെ സൗഖ്യത്തിന്റെ പുറകിലും, നിന്റെ അത്ഭുതത്തിന്റെ പുറകിലും അനുഗമിക്കുക. യേശുവിനോട് അനുഗമിക്കുക. ഓരോ ദിവസവും യേശുവിനോട് ചേർന്ന് നടക്കുക. നിന്നെ ഒരു അത്ഭുതമാക്കുവാൻ, നിന്റെ കുടുംബത്തെ ഒരു അത്ഭുതമാക്കുവാൻ, നിന്റെ തലമുറയെ ഒരു അത്ഭുതമാക്കുവാൻ ഈ 2025 ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് നമുക്കൊന്നുകൂടെ അടുത്ത് ചെല്ലാം. ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. കർത്താവ് നമുക്ക് മറുപടി തരും. ഈ 2025 ആരൊക്കെ കർത്താവ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വാതിലുകൾ കൊട്ടിയടച്ച് നമ്മൾ ഇരിക്കരുത്. ആ ദൈവത്തിന്റെ സ്തോത്ര, ദൈവകൃപ ഓരോ ഭവനത്തിലേക്ക് രക്ഷാകരമായ ദൈവത്തിന്റെ കൃപ ഉദിച്ച് നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വിഷയത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ നമ്മുടെ മുഖച്ഛായ മാറും. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും. സഭയുടെ അവസ്ഥകൾ മാറും. ഇപ്പോൾ ശൂന്യമായി കിടക്കുന്നതൊക്കെ ദൈവം ഇതിനെ നിറയ്ക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവാക്യത്തിൽ